എല്ലാവർക്കും നമസ്കാരം. ക്രാഫ്റ്റ് 2026 ഫെസ്റ്റിവൽ ഓഫ് തോട്ട്സ് എന്നറിയപ്പെടുന്ന ചിന്തകളുടെ ഉത്സവത്തിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ രണ്ടാം പകുതിയിലെ ആദ്യ സെഷനിലേക്ക് എല്ലാവരെയും ഞാൻ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രത്യേക സെഷൻ്റെ പേര് തീയിൽ വാടാത്തവർ എന്നാണ്. ധൈര്യത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും യഥാർത്ഥ അർത്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് മുഖങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. രാജ്യസേവനത്തിൻ്റെ അത്രയും ദുഷ്കരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ഒരു എന്താ പറയുക, ഒട്ടും പതറാതെയുള്ളൊരു അചഞ്ചലമായൊരു മനസ്സോടുകൂടി യഥാർത്ഥ വീരത്വത്തിൻ്റെ പ്രതീകമായ രണ്ട് മഹത് വ്യക്തികളാണ് നമ്മളെ കൂടെയുള്ളത്. ഒരുപാട് സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ, ഹൃദയം നിറഞ്ഞ ആദരവോടെ രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ആദ്യത്തെ ചോദ്യം രണ്ടുപേരോടും കൂടിയാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ അറിയപ്പെടുന്നത് ശൗര്യചക്ര കിട്ടിയ രണ്ട് സോൾജേഴ്സ്, ബ്രേവ് ആയിട്ടുള്ള രണ്ട് വാരിയേഴ്സ് എന്നുള്ള രീതിക്കാണ്. പക്ഷേ എൻ്റെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ ചോദിക്കുക, എന്തായിരുന്നു ഒരു കുട്ടി രാജ്കുമാറും ഒരു കുട്ടി മനീഷും? എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ട്രെയ്റ്റ്സ് ചൈൽഡ്ഹുഡിൽ തന്നെ ഉണ്ടായിരുന്നോ എന്നൊരു അറിയാനൊരു കൗതുകത്തിൻ്റെ പുറത്ത് ചോദിച്ചു പോകുന്ന കേട്ടോ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും സോൾജർ ആവണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. യാദൃശ്ചികമായിട്ട് ആക്ച്വലി എനിക്ക് എല്ലാ വെള്ളിയാഴ്ചയും സിനിമ കാണുക എന്നതിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിനിമ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ ആ ഫിലിം തിയേറ്ററിന് 11 മണിക്കാണ് ഫിലിം. അങ്ങനെ ഒരു പാർക്കിൽ ഞങ്ങളൊരു 5 കൂട്ടുകാർ ഇരുന്നപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് അന്ന് വിശന്നപ്പോൾ അന്നൊന്നും നമുക്ക് ഇതേപോലെ പോക്കറ്റ് മണിയൊന്നും കിട്ടാറില്ല. അപ്പോൾ അന്ന് ഈ അവിലും മിക്സ്ചറും വാങ്ങി ഈ 5 പേരും അങ്ങനെ മിക്സ് ചെയ്ത് അത് കഴിച്ചു. അപ്പോൾ എൻ്റെ കൈ വലുതായതുകൊണ്ട് എനിക്ക് കുറേ കിട്ടി. അപ്പോൾ അത് മടിയിൽ വെച്ച് പിടിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു സന്തോഷം അദ്ദേഹത്തിന് കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. അദ്ദേഹം ആ ഒരു ഗൗരവത്തോടു കൂടി എല്ലാവരും നോക്കി അങ്ങനെ പേപ്പറിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് എഴുതി പട്ടാളത്തിൽ ആളെ എടുക്കുന്നുണ്ട് എന്ന് എഴുതി. അപ്പോൾ പറഞ്ഞു എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, പട്ടാളത്തിലില്ല. ഞാൻ ആക്ച്വലി ഒരു പൊളിറ്റീഷ്യൻ ആവാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് കണ്ണൂരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല. പക്ഷേ അന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് കണ്ണൂർ IG ഓഫീസ് കാലിക്കറ്റായിരുന്നു. അപ്പോൾ അവിടെ സ്ട്രൈക്കിന് പോവുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോലീസിൻ്റെ അടി കിട്ടുമ്പോൾ ഓടി വെസ്റ്റിയിൽ വന്ന് ബസ് കയറുന്ന ഒരു കാര്യങ്ങളൊക്കെ അവരോട് പറയും. അപ്പോൾ അവർ പറഞ്ഞു നീയല്ലേ വെസ്റ്റിയിൽ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് വെസ്റ്റിയിലേക്ക് നീ എന്തായാലും വരണമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ വരാം, പക്ഷേ ഞാനതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊക്കെ കോളിംഗ് ലെറ്റർ വന്നു, അത് ആപ്ലിക്കേഷൻ കൊടുത്തു, കോളിംഗ് ലെറ്റർ വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെ ബാഗൊക്കെ പിടിച്ച് ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ അതേ ഉള്ളിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് വലിക്കുകയാണ്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്നൊരു സർദാറാണ്, അദ്ദേഹം ഹിന്ദിയിലാണ് പറഞ്ഞത്, ഹിന്ദി അറിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഒന്നിക്ക് അകത്ത് പോകുമോ അല്ലെങ്കിൽ പുറത്ത് പോകുമെന്നാണ് പറഞ്ഞത്. ഞാൻ അതൊന്നും അറിയാതെ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ഗൗരവമായി നോക്കി നിൽക്കുന്നു. അപ്പോൾ എൻ്റെ സന്തോഷം, അദ്ദേഹം കുറച്ച് ബോംബെയിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം. അവൻ പറഞ്ഞത് നിന്നെ അകത്ത് വന്നില്ലേ വെടിവെക്കുന്ന പറഞ്ഞത്. അപ്പോൾ ഭയന്ന് ഞാൻ അതിൻ്റെ അകത്തേക്ക് പോയി. പിന്നെ ഇവർ രാവിലെ പുലർച്ചക്ക് പോയാൽ ഞങ്ങളെ ഓടിക്കുന്നത് നട്ടുച്ചക്ക് ഒരു മണിക്ക് ഓടിക്കുന്ന സമയത്ത് അന്ന് വെസ്റ്റ് ഹില്ലിൽ വിമൻസ് പോളിടെക്നിക് ഉണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളൊക്കെ ആക്ച്വലി അന്നത്തെ കാലത്ത് ഓടിയിരുന്നത് അറിയാലോ എങ്ങനെയാണോ, ഒന്നുമില്ലാതെ ഇങ്ങനെ ആ ഒരു ഓടുമ്പോൾ അങ്ങനെ പെൺകുട്ടികൾ ബസ് കാത്ത് നിന്ന് ഇങ്ങനെ നോക്കിച്ചിരിക്കുക. അപ്പം നാണം മറക്കാൻ ഓടിയ അവസാനം ആരാണോ പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിച്ചത് അവർക്കാർക്കും കിട്ടിയിട്ടില്ല, എനിക്ക് മാത്രം കിട്ടി. അപ്പോൾ അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ പട്ടാളത്തിലാണ്, ഞാൻ സൈന്യത്തിൽ പോകാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇല്ല, പട്ടാളത്തിൽ പോയാൽ വെടിയൊക്കെ കൊള്ളും, അതൊന്നും പ്രശ്നമാണ്, നീ പെട്ടെന്ന് പഠിച്ചിട്ട് ഗൾഫിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പട്ടാളത്തിലാണ് പോകുന്നത്, എനിക്ക് അവിടെയാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ വല്യമ്മയുടെ മകനിൽ നിന്നൊരു വിസ ശരിയാക്കിക്കൊണ്ട് അങ്ങനെ ഗൾഫിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പിന്നെ അങ്ങനെ പട്ടാളത്തിൽ പോകണം അല്ലെങ്കിൽ ഗൾഫിൽ പോകണം എന്നിങ്ങനെ നിന്നപ്പോൾ ഞാനിപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇൻസ്പിരേഷൻ. കാരണം ഞാൻ ഇന്നും ആ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്.
അദ്ദേഹത്തോട് ഞാനൊരു MT ഹരീന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷെ അദ്ദേഹം നല്ല രീതിയിലുള്ള നല്ല നോളജുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അരിയേട്ട അമ്മ പറയുന്നു ഗൾഫിൽ പോകണമെന്ന്, അപ്പോൾ ഗൾഫിൽ പോകുന്നതാണോ നല്ലത് സൈന്യത്തിൽ ചേരുന്നതാണോ നല്ലതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, അത് എഴുതി വെക്കേണ്ട വാക്കാണ്. അദ്ദേഹം പറഞ്ഞത് 100 ദിവസം പൂച്ച പോലെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ലത് 10 ദിവസം നരി പോലെ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് നീ സൈന്യത്തിൽ തന്നെയാണ് പോകേണ്ടത്. ആ വാക്ക് കടമെടുത്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇതായത്. ഞാനൊരു ഒരു മദ്രാസ് റെജിമെൻറ്റ് നോർമൽ സോൾജറായിട്ട് വന്നതായിരുന്നു. പിന്നെ അങ്ങനെ കയറിയപ്പോൾ എനിക്കൊരു വാശിയുണ്ടായിരുന്നു ആരെങ്കിലും ആയിത്തീരണമെന്ന്. അങ്ങനെ കമാൻഡോ ഫോഴ്സിലേക്ക് പോയി. അങ്ങനെ പല രീതിയിൽ പല ഓപ്പറേഷൻ, ഏകദേശം ഒരു 45ഓളം ടെററിസ്റ്റുകൾ വധിക്കുന്ന ഓപ്പറേഷനിൽ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ അങ്ങനെ യാദൃശ്യമായി സൈന്യത്തിൽ ഇപ്പോൾ ഒട്ടും പ്ലാൻഡ് അല്ലാണ്ട് അത് അവില് മിക്സ്ചർ കഴിച്ചതപ്പോ അങ്ങനെ കയറി വന്നതാണ്. എൻ്റെ കഥയും ഇതുപോലൊക്കെ തന്നെയാണ്. മഞ്ചേരി കോളേജിൽ പഠിക്കുന്ന കാലത്ത് സുചിത്ര മുമ്പിലിരിക്കണം, അമ്മൻ്റെ അമ്മ, ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അന്ന് സത്യം പറഞ്ഞാൽ ഈ കലകളോടായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഭ്രമം. കുട്ടിക്കാലം മുതൽക്ക് കഥകളി, ഓട്ടംതുള്ളൽ, പഞ്ചവാദ്യം, പാട്ട്, കവിത, എന്താ പറയുക, ഇംഗ്ലീഷിൽ എഴുതുക, പോയിട്രി എഴുതുക, ഇതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും വലിയ ഇഷ്ടം. അതിൽ തന്നെയായിരുന്നു ഞാൻ അധികം എൻഗേജ്ഡ് ആയിരുന്നത്. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു 2 കൊല്ലം NCCയിൽ സെർവ് ചെയ്യാനൊരു ചാൻസ് കിട്ടി. അപ്പോൾ NCC ഒക്കെ കഴിഞ്ഞു. അത് പ്രീ ഡിഗ്രി കാലത്തായിരുന്നു NCC ചാൻസൊക്കെ. അങ്ങനെ റിപ്പബ്ലിക് ഡേക്കൊക്കെ പോയി. അപ്പോൾ ആർമി എന്താണെന്നും അതിന് മുമ്പേ ഒന്നും ഒരു ഐഡിയ ഇല്ല, നമ്മുടെ ഫാമിലിയിലൊന്നും ആരുമില്ല. അത് കഴിഞ്ഞ് ഡിഗ്രി കാലത്ത് ഇങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ആകെയുള്ളായിരുന്നു ഒരു മോഹം, എങ്ങനെയെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ട് കലാമണ്ഡലത്തിൽ ചേരണം. കഥകളിക്ക് വല്ലാത്തൊരു ഭ്രമമായിരുന്നു പണ്ട് കുട്ടിക്കാലത്ത് മുതൽക്ക്. അപ്പോൾ അതായിരുന്നു ആകെയുള്ളൊരു മോഹം, എങ്ങനെയെങ്കിലും ഒന്ന് കലാമണ്ഡലത്തിൽ ചേരണം. എന്തായാലും അത് നടന്നില്ല. അപ്പോൾ അതിന് മുമ്പേ ഇതേപോലൊരു കഥ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പറഞ്ഞു, ഇവിടെ എറണാകുളത്ത് പോയാൽ ഒരു പരീക്ഷ ഉണ്ട്, CDSC. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോമും കൂടി എനിക്ക് അറിയേണ്ടിയിരുന്നില്ല. അപ്പോൾ എന്തായാലും എറണാകുളത്ത് വന്ന ഒരു സിനിമയൊക്കെ കാണാം എന്ന് വിചാരിച്ച് ഒരു 4-5 ആൾക്കാർ കൂടി ഞങ്ങൾ മഞ്ചേരി പഠിക്കുന്ന കാലത്ത് എറണാകുളത്ത് വന്നു, പരീക്ഷ എഴുതി. റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാത്രമേ പാസ്സായുള്ളൂ, ബാക്കി സിനിമ കാണാൻ വന്നവരാരും പാസ്സായിട്ടുണ്ടായിരുന്നില്ല. അതാണ് സത്യം പറഞ്ഞ കഥ. പിന്നെ സെലക്ഷൻ കിട്ടി, ഇൻ്റർവ്യൂവിന് പോയി, ബാംഗ്ലൂരിൽ പോയി. അപ്പോൾ അവിടെ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഫ്ലൈയിങ് ബ്രാഞ്ചിൽ വേക്കൻസി ഉണ്ട്, നേവീൻ്റെ ഫ്ലൈയിങ് ബ്രാഞ്ചിൽ, വുഡ് യു ലൈക്ക് ടു ജോയിൻ ചോദിച്ചു. ഞാനൊന്നും ആലോചിച്ചില്ല, ഓക്കെ യെസ്, അപ്പം തന്നെ യെസ് പറഞ്ഞു. അപ്പോൾ അപ്പോൾ ഏവിയേഷൻ ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് മൈസൂർ പോയിട്ടൊരു പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം. അപ്പോൾ എന്നെ അവർ മൈസൂരിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ മൈസൂരിൽ പോയി തിരിച്ച് ബാംഗ്ലൂർ എത്തിയപ്പോഴേക്കും അച്ഛനും അമ്മയും അവിടെ എത്തി. അപ്പോൾ അമ്മേൻ്റെ ഒരു കസിനാണ് മുരളിയേട്ടൻ, എയർഫോഴ്സിൽ ഇന്ന് 1971 വാറിൽ ഹി വാസ് എ ഫൈറ്റർ പൈലറ്റ്. ഹി ടുക്ക് ഓഫ് ഓൺ എ ഹണ്ടർ ആൻഡ് നെവർ കെയിം ബാക്ക്. സോ നിലമ്പൂരിൽ നിന്ന് ആകെ യുദ്ധത്തിന് പോയ അല്ല പട്ടാളത്തിൽ വലിയ അമ്മാവന്മാരുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അറിയണ ഒരു ഹിസ്റ്ററിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മുരളിയേട്ടനായിട്ട് ആദ്യമായിട്ട് എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റായിട്ട് ജോയിൻ ചെയ്തത്. കഷ്ടകാലത്തിന് യുദ്ധത്തിൽ 71 യുദ്ധത്തിൽ അദ്ദേഹം വീരമൃത്യു അടഞ്ഞു. അപ്പോൾ അമ്മേൻ്റെ കസിൻ ആയിരുന്ന, അപ്പോൾ അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര, ഞാൻ ഈ ഏവിയേഷൻ ജോയിൻ ചെയ്തത് ഭയങ്കര പേടിയൊക്കെ ആയി. പക്ഷേ ഭാഗ്യത്തിന് എൻ്റെ വല്യമ്മേൻ്റെ അവതരിപ്പിച്ചു, പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ട് രാജ പൊക്കോട്ടെ. അങ്ങനെയാണ് ഞാൻ നേവിയിൽ എത്തിച്ചെന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ഇനീഷ്യൽ സ്റ്റെപ്പ് എടുത്തിങ്ങ് നിൽക്കുകയാണ്. അടുത്ത നിങ്ങളുടെ ട്രെയിനിങ് പീരിയഡിലേക്ക് വരുമ്പോൾ മനീഷ് സാർ, എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, എന്താണ് ആർമിയിലെ ട്രെയിനിങ്, ഹൗ ഇസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം ഒരു NSG ട്രെയിനിങ്ങിലും ആർമി ട്രെയിനിങ്ങിലും എന്താണ് വ്യത്യാസമുള്ളത്? സാർ NSG കമാൻഡോയുടെ കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിയതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കുന്നത്. ആർമിയുടെ ട്രെയിനിങ്ങും NSCയുടെ ട്രെയിനിങ്ങും തന്നെ തികച്ചും ഡിഫറെൻ്റ് ആണ്. കാരണം ആർമിയുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് ആർമിയുടെ ട്രെയിനിങ്ങും ടഫാണ്, പക്ഷെ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. പക്ഷേ നമ്മളെല്ലാവരും ഒരു ടഫ് എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ അതിനോട് യോജിക്കില്ല. കാരണം നമ്മളിപ്പോൾ അതിലൊരു എക്സാമ്പിൾ, നമ്മുടെ 2 മനസ്സുണ്ട്, ഒന്ന് കോൺഷ്യസും അൺകോൺഷ്യസ് മൈൻഡും.
ഇത് രണ്ടും കണക്റ്റ് ആവുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്നോട് പറയുന്നു ഓടണം എന്ന് പറയുമ്പോൾ ഞാൻ ഓടുന്നു, പക്ഷേ എനിക്ക് എത്ര ഓടിക്കഴിഞ്ഞാൽ ആ ടൈമിങ്ങിൽ എത്താൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് എൻ്റെ ബാക്കിൽ പിറകിൽ ഒരു അൽസേഷ്യൻ നായി ഓടിക്കുകയാണെങ്കിൽ ഞാൻ ഓടും. അപ്പോൾ ഈ നോർമൽ ഓടുന്ന സമയത്ത് ഞങ്ങളൊന്നും മാത്രമേ ചിന്തിക്കൂ, ഒന്നുകിൽ എൻ്റെ ശ്വാസം കിട്ടുന്നില്ല, അല്ലെ കൈകാലുകൾ തളരുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമുക്കുണ്ടാവും. പക്ഷേ ഇത് വരുമ്പോൾ ഈ നായി നമ്മളെ കടിക്കാൻ വേണ്ടി വരുമ്പോൾ ഒന്നും ചിന്തിക്കില്ല, കാരണം ഈ കടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പോൾ ഈ രണ്ട് മനസ്സുകളാണ് ഈ വ്യത്യാസം. കാരണം ഇതാണ് നമ്മുടെ ഒരു മനസ്സ്. ഒരു ആർമിയിൽ ചെയ്യുമ്പോൾ ഒരു നോർമൽ നമ്മൾ ടൈമിങ്ങിൽ ചെയ്യുക, പക്ഷേ ഇതിൽ ഈ കമാൻഡോ ആകുമ്പോൾ ഇതിൽ ടഫായിട്ടുള്ള ട്രെയിനിങ്, അതിൽ ട്രെയിനിങ് ടഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈമിങ് ഷോർട്ടാണ്. നോർമൽ ഒരു ടൈമിങ് ഇപ്പോൾ ഒരു ടാക്ടിക്കൽ ഹാലത്ത് എന്ന് പറയുന്ന ഒരു യുദ്ധസന്നാഹവുമായിട്ട് പോകും. നമ്മുടെ BPT എന്ന് പറയുന്ന സമയത്ത് ഒരു 24 മിനിറ്റിൽ 5 കിലോമീറ്റർ ഓടി വരണം. പക്ഷേ ഞങ്ങളിവിടെ 20 മിനിറ്റിനുള്ളിൽ ഓടി വരും. അതേപോലെ ഒരു ഡിച്ച് 9 ഫീറ്റ് ഡിച്ച് 11 ഫീറ്റാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഷോർട്ടാണ്. പിന്നെ ഒരു 40 കിലോമീറ്ററിൻ്റെ ഇൻഡുറൻസ് ഉണ്ട്. അതിൽ അതിൽ 20 കിലോമീറ്റർ വെയിറ്റ് എടുത്തുകൊണ്ട് 40 കിലോമീറ്റേഴ്സ് ഒരു 26 ഒബ്സ്റ്റിക്കിൾസ് ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്യണം. പിന്നെ അതിൽ മെയിനായിട്ടുള്ള ഹറാസ്മെൻ്റാണ്. ഹറാസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പകൽ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ രാത്രി ജീവിക്കാനും, രാത്രി പകൽ പോലെ ജീവിക്കാനും. പിന്നെ ഭക്ഷണം എന്നത് വിശപ്പടക്കാനുള്ളതാണ് ഭക്ഷണം. അത് ഏത് വസ്തുവായാലും നമ്മളത് കഴിക്കണം. ചിലപ്പോൾ ഇവിടെ ഞാൻ പറയുമ്പോൾ ചിലപ്പം ചില ആൾക്കാർക്ക് ഇതുണ്ടാവും, ഈ നമ്മുടെ ചാണത്തിലുള്ള പുഴുവില്ലേ, അതേപോലെ ഈ മരത്തിൻ്റെ പൊത്തലിലൊക്കെ ഉള്ള പുഴു, അതിനെയൊക്കെ നമ്മൾ അങ്ങനെ പല രീതിയിലുള്ള ഭക്ഷണം കഴിക്കേണ്ടി വരും. കാരണം നമ്മൾ അത് ആക്ച്വലി ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലത്ത് അത് കിട്ടുമെങ്കിൽ നമ്മളത് കഴിക്കണം. പിന്നെ നമുക്കൊരു ഇൻ്റർവെൻസ് ഉണ്ട്. ആ ഇൻ്റർവെൻസിൽ കമാൻഡോ ഫോഴ്സിൽ ഇൻ്റർവെൻസിൽ ഒരു 7 ദിവസത്തെ ഒരു പ്രോഗ്രാമാണ്. നമ്മളൊരു ജംഗിൾ നമ്മൾ ആക്കിക്കൊണ്ട് അവിടുന്ന് പിന്നെ ഓരോ ഒബ്സ്റ്റക്കിൾസ് വേണ്ടി ഓരോരോ ടാർഗറ്റ് തരും. ആ ടാർഗറ്റിലേക്ക് പോകണം. അവിടെ ഒരു ദിവസം 1 ലിറ്റർ വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ തരും. ബാക്കിയെല്ലാം അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കിട്ടണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാനുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ് തമാശ ആണെന്ന് തോന്നുമ്പോഴും ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നും ഒരു തമാശയാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ട്രെയിനിങ്ങിന് നമ്മൾ ഒരു 5 കിലോമീറ്റർ ഓടി വന്നതിന് ശേഷം ഞങ്ങളൊരു 20 സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 24 സെക്കൻഡിനുള്ളിൽ ഒരു 100 മീറ്റർ ഞങ്ങൾ ഒരു ഫയർമാൻ ലിഫ്റ്റ് ചെയ്തിട്ട് ഒരാളെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഓടണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ഫയർമാൻ ലിഫ്റ്റ് എന്നാണ് പറയാം. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണോ യുദ്ധസന്നാഹവുമായി നമ്മൾ പോകുന്നത് അതെല്ലാം എക്യുപ്മെൻ്റെല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ചിന്തിച്ചു അതെന്തിനാണ് ഞങ്ങളെന്തിനാ ഇങ്ങനെ വെറുതെ ഓടുന്നത്. പക്ഷേ എൻ്റെ ജീവിതം തന്നെ തിരിച്ചു കിട്ടാൻ കാരണം ആ ഒരു ട്രെയിനിങ് ഉള്ളത് കൊണ്ടാണ്. എനിക്ക് അപകടം സംഭവിച്ച് 20ാമത്തെ നിലയിൽ നിന്ന് എന്നെ ഒരാളാണ് ലിഫ്റ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ചില ട്രെയിനിങ്ങും ചില കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ടഫാന്ന് തോന്നും. പക്ഷേ നമ്മൾ പറയുന്നില്ലേ, കാലത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ പ്രകൃതിയോടനുബന്ധിച്ച് ഞങ്ങൾ പോവുക എന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെരയെ തിന്ന് നാട്ടിൽ നിന്ന്, പാമ്പിനെ തിന്ന് നാട്ടിൽ നിന്ന്, നടുക്കഷണം നിന്ന് ആ രീതിയിലൊക്കെ പ്രവർത്തിക്കും. പക്ഷേ ഇത് ആർമിയിൽ ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് അത്ര ടഫായി തോന്നിയിട്ടില്ല. പിന്നെ ആദ്യം ഒരു എയിം ഉണ്ടായിരുന്നു ഇങ്ങനെ പോകണമെന്ന്. ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാനൊരു ചാനലിൽ പോയപ്പോൾ എന്നോട് നമ്മുടെ സുജാത ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോകാനും ഇത്ര ഇങ്ങനെ ഫയറിങ് ആവുന്നതിൻ്റെ മുന്നിലോട്ട് ഇടയിൽ ഇങ്ങനെ പോകുമ്പോൾ ഭയമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഭയം എന്നത് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വെഹിക്കലിൽ പോകുന്നതാണ് ഏറ്റവും ഭയം. എപ്പോഴും മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ഞങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ഞങ്ങൾക്കറിയാം എവിടെ നിന്നാണ് ഫയർ വരുന്നത്, ഏത് ആംഗിളിൽ നിന്നാണ് വരുന്നത്, അതിനെങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം നമ്മൾ ആ ട്രെയിനഡാണ്, ആ ട്രെയിനിങ് കിട്ടും. പക്ഷേ ആ ട്രെയിനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലൊന്നുമില്ല, നമ്മുടെ ഒരു നിശ്ചയദാർഢ്യം, മനോധൈര്യം ഇത് മാത്രമാണ് ഇതിലുള്ള. ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ സെപ്റ്റിക് ടാങ്കിന്റെ ഉള്ളിൽ വരെ ഒളിഞ്ഞ്. അതെ അങ്ങനെ ഞാനിവിടെ പറയാതെ കൊണ്ടാണ്. അതിൽ നമ്മുടെ യൂസബിൾ സെപ്റ്റിക് ടാങ്ക് ഉണ്ട്. അതിൻ്റെ അകത്ത്
നമ്മളൊരു 3 മണിക്കൂറോളം നിൽക്കണം. അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു ടാബ്ലറ്റ് തരും. ചിലപ്പോൾ ആ ടാബ്ലറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗ്യാസ് ഫോം ചെയ്ത് അല്ലെങ്കിൽ വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ആവാതിരിക്കാൻ വേണ്ടി. അപ്പം അതവിടെ ഒരു 4 ഇഞ്ച് സ്ലാബ് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടും. കാരണം അത് നമ്മളിപ്പോൾ ഒരു ബിൽഡപ്പ് ഏരിയയിൽ ഞങ്ങളൊരു ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ പൊസിഷൻ എടുക്കണമെങ്കിൽ അത് മാത്രമായിരിക്കും കിട്ടുക. ആ ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കത് ആരും ഇറങ്ങില്ല. അപ്പോൾ അതേപോലെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. കാരണം നമ്മുടെ ഈ ഫോഴ്സിൽ ഏതൊരു ട്രെയിനിങ്ങും ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ എൻ്റെ ലൈഫിലേക്ക് ചിലപ്പോൾ അത് ഉപകാരപ്രദമായിട്ടുണ്ട്, പക്ഷെ മറ്റൊരാൾക്ക് അത് ഉപകാരപ്രദമാവും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ ഫോഴ്സിലുള്ള ഓരോ ട്രെയിനിങ്ങും കൊടുക്കുന്നത്. രാജേട്ട, അപ്പോൾ എങ്ങനെയാണ് നേവിയിലെ ട്രെയിനിങ് ഇതുമായിട്ട് ഒരു വ്യത്യാസം എന്ന് പറയാൻ എന്താണുള്ളത്? മനീഷ് പറഞ്ഞത് ഈ മിലിറ്ററി ഏത് കരസേനയാണെങ്കിലോ നാവികസേനയാണെങ്കിലോ വായുസേനയാണെങ്കിലോ ആദ്യത്തെ ഈ ബൂട്ട് ക്യാമ്പ് എന്ന് പറയില്ലേ, ഒരു ബേസിക് ട്രെയിനിങ് എസെൻഷ്യലി ദ സെയിം. അത് നമ്മൾ ഏത് ബ്രാഞ്ചിൽ നമ്മളെ ഇൻഡക്ട് ചെയ്യണോ അതനുസരിച്ചിട്ടാണ് ട്രെയിനിങ്. പക്ഷെ ആദ്യത്തെ ഒരു ബേസിക് ട്രെയിനിങ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എല്ലാ ആം ഫോഴ്സസും ഓൾമോസ്റ്റ് സിമിലർ ആണ്. കാരണം ഈ ട്രെയിനിങ് അക്കാഡമിയിലും ഈ NDA ആണെങ്കിലോ അല്ലെങ്കിൽ നേവൽ അക്കാഡമിയിലാണെങ്കിലോ അല്ലെങ്കിൽ IMA ആണെങ്കിലോ ട്രെയിനിങ് ഇസ് ദ സെയിം. ഇറ്റ് ഇസ് ഓൺലി ഒരു ആം ഫോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു സ്പെഷ്യൽ കാഡർ, മനീഷ് പറഞ്ഞ പോലെ മനീഷ് ജോയിൻ ദി NSG, ദാറ്റ്സ് എ സ്പെഷ്യൽ ഫോഴ്സസ് ആർമീൻ്റെ. അപ്പോൾ അവർക്ക് പിന്നെ അതിൻ്റേതായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. അതേപോലെ തന്നെയാണ് എല്ലാ ആം ഫോഴ്സസിലും. നമ്മൾ ഏത് ബ്രാഞ്ച് ചൂസ് ചെയ്യണോ, അതോ നമ്മൾ ഏത് ബ്രാഞ്ച് നമുക്ക് അലോട്ട് ചെയ്യണോ അതനുസരിച്ചിട്ട് യു ഹാവ് ടു അഗെയിൻ ട്രെയിൻ ദം. ഒരു ബേസിക് ട്രെയിനിങ് എസെൻഷ്യലി ഒരു മിലിറ്ററിയിൽ ചേർന്നാൽ ആദ്യത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഈസ് ടു കണ്ടീഷൻ യുവർ ബോഡി. ദാറ്റ്സ് എ ഫസ്റ്റ് തിങ്. ഫിസിക്കൽ കണ്ടീഷനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ബ്രിങ് അപ്പ് യുവർ സ്റ്റാമിന, യു ഹാവ് ടു ഇൻക്രീസ് യുവർ പവർ ഓഫ് ദ ബോഡി, ആൻഡ് അലോങ് വിത്ത് അതിൻ്റെ കൂടെ മനസ്സിൻ്റെ ശക്തി, മോറൽ കറേജ്, അതിനൊക്കെ വളർത്താനുള്ള സ്കോപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ 3 ഫോഴ്സസ്. ഒരു വ്യത്യാസമില്ല അതിന്. മനീഷ് സാർ, എനിക്ക് അതുപോലെ ചോദിക്കാനുള്ളത്, ഇപ്പം ആർമി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ടാവും. സാർ ഓൾറെഡി അവിടെ സാറിൻ്റെ ഗ്രാമം അഴീക്കോടാണ്, സാറിൻ്റെ ഗ്രാമത്തിൽ ഓൾറെഡി സാർ ട്രെയിൻ ചെയ്യുന്നുണ്ട് കുട്ടികളെ. അപ്പോൾ അപ്പാർട്ട് ഫ്രം ഈ പ്രൊസീജിയറൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കരിക്കുലം ബേസ്ഡ് അല്ലാണ്ട് വേറെ എന്താണ് സാറ് സ്ട്രെസ് അപ്പോൺ ചെയ്യണ 3 കാര്യങ്ങൾ? അങ്ങനെ ഷോർട്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാൾക്ക് വേണ്ട ഒരു 3 ക്വാളിറ്റീസ് എന്ന് സാറ് പറയുന്നത് എന്തായിരിക്കും? ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇന്നത്തെ യൂത്തിൽ, കാരണം ആ ഒരു സംരംഭം കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംരംഭമായി വന്നത്. കാരണം ഞാൻ ആക്ച്വലി എൻ്റെ വീട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഏകദേശം ടൗണിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്ററോളം ഉണ്ട്. അവിടെ ഞാൻ അവിടെ വന്ന് പോകുമ്പോൾ ഞാനിങ്ങനെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടറും എല്ലാ സ്ഥലങ്ങളിലും നോക്കുമ്പോൾ ഈ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് തല താഴേക്കാക്കി നിൽക്കുകയാണ്. അത് നമ്മൾ ആരും പോകുന്നതും അവർ ശ്രദ്ധിക്കുന്നില്ല. അവരുടേതായ ഒരു ആക്ടിവിറ്റീസ് അവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയല്ലല്ലോ തോന്നി. അപ്പോൾ അതിന് ഞാനിങ്ങനെ ചിന്തിച്ചതാണ്. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒരു ന്യൂറോ സർജൻ അദ്ദേഹത്തിനെ ഞാനൊരു 3 മന്തിൽ ട്രീറ്റ്മെൻറ്റിന് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അദ്ദേഹവുമായിട്ട് ഞാൻ കുറേ സംസാരിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് പറയാറ് വൈകുന്നേരം വന്നാൽ മതി, നമുക്ക് അങ്ങനെ കുറേ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ തമാശ രൂപത്തിൽ സംസാരിച്ചത്, സാറ് ഇപ്പോൾ പേഷ്യൻ്റ് കുറവാണല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞത്, ഇത് മനീഷ് ഇപ്പോൾ പേഷ്യൻ്റ് കുറവാണ്, പക്ഷെ ഒരു 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ വരെ സാധിക്കില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സാർ അതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ വരുന്ന സമയത്ത് ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ മുന്നിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരെ ആരെങ്കിലും കഴുത്ത് മുകളിലുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. പിന്നെ ആ കഴുത്ത് മുകളിലാക്കണ്ടെങ്കിൽ ഒരു സ്പൈനൽ ഇഞ്ചറി ന്യൂറോ സർജൻ വേണമെന്നാണ് പറഞ്ഞത്. ആക്ച്വലി അതൊരു തമാശയല്ല, ഒരു സീരിയസ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം തോന്നിയപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു 4 കുട്ടികളെ വിളിച്ചു ആദ്യം. അതിൽ 2 പേരേ വന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് എൻ്റെ വൈഫ് എപ്പോഴും എന്നോട് പറയാറ്, നിങ്ങൾക്ക് ബ്ലഡ് കണ്ടു കഴിഞ്ഞാലും വേറെ എന്ത് കണ്ടു കഴിഞ്ഞാലും ഒന്നും മറപ്പില്ല. നമ്മൾ കണ്ണൂർ ഭാഷയിൽ പറയുന്നത് ഒന്നിലും ഒരു ഇതില്ലാത്ത ഇതാണ്
ഞാൻ പറഞ്ഞു എന്നെയല്ല പറയേണ്ടത്, അത് സൈന്യത്തെയാണ് പറയേണ്ടത്, കാരണം എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്, ഒന്നിലും ഒരു ഭയമില്ലാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ ആ കുട്ടികളെ കുറച്ച് ഒരു ട്രെയിനിടാകുമ്പോൾ ശിക്ഷിക്കുകയെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് 2 കുട്ടികൾ പോയി. പക്ഷേ 2 കുട്ടികൾ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി നിന്നു. അപ്പോൾ അങ്ങനെ 2 കുട്ടിയെ കിട്ടി. അത് കിട്ടി അറിഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ പേര് വന്നു. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എൻ്റെ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എൻ്റെ പഞ്ചായത്തിൽ ഒരു 100 സൈനികരെ സൃഷ്ടിക്കുക എന്നത്. ഇപ്പം 108 പേര് സൈന്യത്തിൻ്റെ വിവിധ ഭാഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ 4 പേര് ഓഫീസറുണ്ട്. അതിൽ ഒരു 14 പേരുണ്ട് സർ നേവിയിൽ. പിന്നെ അതിൽ ഒരു കമാൻഡോ ഫോഴ്സിൽ ഒരു 18 പേരുണ്ട്. ഒരു കുടുംബത്തിലെ 3 പേരെ സൈന്യത്തിൽ എത്തിക്കാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയ. അത് ജ്യേഷ്ഠാനുജന്മാരെ. അത് 3 വ്യത്യസ്തമായ ഫോഴ്സിൽ, ഒരാൾ നേവി, പിന്നെ ഒരാൾ ഇൻഫൻട്രി, പിന്നെ ഒരാൾ കമാൻഡോ ഫോഴ്സിൽ, അങ്ങനെ വ്യത്യസ്തമായ ഫോഴ്സിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ 108 പേര് കൂടാതെ ഇപ്പോൾ ഒരു 17 പേര് ഒരു അപ്പോയിൻമെൻറ്റ് വന്നിട്ട് അത് വെയിറ്റിംഗ് ചെയ്യും. ഈ 20th അവർ പോടും. അങ്ങനെ ഒരു 125 അങ്ങനെ ആൾക്കാരുള്ള സൈന്യത്തിലാണ്. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത്, ഞാനിത് മനസ്സിലാക്കിയത്, ഒന്ന് ഇന്നത്തെ കുട്ടികളിൽ വേണ്ടുന്നത് ഒരു എയിമാണ്. കാരണം അവർക്ക് ഇല്ലാതെ പോകുന്നത് എയിമാണ്. അപ്പോൾ അതിൽ വേണ്ടുന്നത് ഒന്ന് നിശ്ചയദാർഢ്യം, പിന്നെ ഒന്ന് വേണ്ടുന്നത് ആത്മധൈര്യം, പിന്നെ 3ാമത്തെ കാര്യം സഹനശക്തി. ഈ 3 കാര്യമുള്ളവർക്ക് മാത്രമേ സൈന്യത്തിൽ ചേരാൻ വേണ്ടി സാധിക്കൂ. അവർക്ക് മാത്രമേ സൈന്യത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഓക്കെ, അതിൻ്റെ പ്രതീകമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അത് അബണ്ടൻ്റ്ലി ദൈവം തന്നതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? ക്യാപ്റ്റൻ, എന്താണ് ഒരു ലേമൻ ടേംസിൽ ചോദിക്കുകയാണെങ്കിൽ നേവിയിൽ എന്താണ് ഒരു ഹെലികോപ്റ്ററിൻ്റെ റോൾ? അതേപോലെ ഞാൻ അതിൻ്റെ ഒരു കണ്ടിന്യൂയിങ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്, ഈ ഒരു ഹെലികോപ്റ്റർ പറത്തുന്നതിലുള്ളൊരു വ്യത്യാസം എന്താണ്? ആൻഡ് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഇസ് ടു ലാൻഡ് എ ഹെലികോപ്റ്റർ ഇൻ എ ഷിപ്പ്? ഞാനിപ്പോൾ പറയാൻ തുടങ്ങിയാലേ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം. ഹെലികോപ്റ്റർ വേർട്ടിക്കൽ എയർ പവർ എന്നാണ് ഇതിന് ഡെഫിനിഷൻ ആം ഫോഴ്സസിൽ. ഹെലികോപ്റ്റർ ഇസ് എക്സ്ട്രീംലി വേഴ്സറ്റൈൽ ആസ് എ മെഷീൻ. എനിക്ക് തോന്നുന്നു ഏതൊരു മിലിറ്ററി, ആർമി ആണെങ്കിലോ നേവി ആണെങ്കിലോ എയർഫോഴ്സിലോ ആണെങ്കിലും എയർ പവർ എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു മാഗ്നിഫൈങ് എഫക്റ്റാണ് അതിന്. ഇറ്റ്സ് ഒരു ഏതൊരു അസോൾട്ട് അല്ലെങ്കിൽ ഏതൊരു ആംഡ് കോൺഫ്ലിക്റ്റിനും ഒരു 10x പവർ കൊടുക്കുന്നതാണ് എയർ പവർ. അപ്പോൾ എയർ പവർ യു ക്യാൻ ഹാവ് ഓൾ കൈൻഡ്സ് ഓഫ് എയർ പവർ. യു ക്യാൻ ഹാവ് ഈ ഫ്ലൈയിങ് ഫൈറ്റർ എയർക്രാഫ്റ്റ് പോയിട്ട് ബോംബ് ചെയ്യുക, ഒരു സിറ്റി പോയി ബോംബ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ എനിമി യുദ്ധ പ്ലെയിനുകളെ വെടിവെച്ച് വീഴ്ത്താൽ, അതൊക്കെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ചെയ്യുമെങ്കിലും ഇന്ന് പണ്ടത്തെ പോലത്തെ ഡെഫിനിഷൻസ് ഒന്നുമില്ല. അതൊക്കെ വളരെ വേഗാണ്. ഇന്ന് ഹെലികോപ്റ്റേഴ്സ് നിന്നും ഫയർ ചെയ്യാം, ഈ എല്ലാ മിസൈൽസും റോക്കറ്റ്സും എല്ലാതും ഫയർ ചെയ്യാം. മോസ്റ്റ് ഓഫ് ഹെലികോപ്റ്റേഴ്സ് ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഓൾ ദാറ്റ്. ഒരു ഏറ്റവും വലിയ വ്യത്യാസം ഹെലികോപ്റ്റേഴ്സിൻ്റെ ഈസ് ദ എബിലിറ്റി ടു ഹോവർ. ഒരു പോയിന്റിൽ ഈ ഇൻ ദി എയർ മുമ്പിലേക്ക് പോവാതെ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരു ഫീച്ചറിനെയാണ് ഹോവർ എന്ന് പറയുക. സോ അത് ഹെലികോപ്റ്റേഴ്സിന് മാത്രമേ ആ കേപ്പബിലിറ്റി ഉള്ളൂ. ആ കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് ഹെലികോപ്റ്റേഴ്സ് റോൾ ബിക്കംസ് അത് അത്ര ഭയങ്കര അഡ്വാൻറ്റേജസ് ആണ്. മിലിറ്ററി ഓപ്പറേഷൻസ് വെദർ ഇറ്റ് ഇസ് ബോത്ത് ഇൻ ഒഫൻസ് ആസ് വെൽ ആസ് ഡിഫെൻസ്. ഇൻ ഒഫൻസീവ് റോൾ ആണെങ്കിലോ അല്ലെങ്കിൽ ഈക്വലി ഇൻ ഡിഫെൻസീവ് റോൾ ആണെങ്കിലോ ഹെലികോപ്റ്റേഴ്സിന് ചെയ്യാൻ പറ്റാവുന്ന ഒരു എന്താ പറയുക the possibilities of employing helicopters are numerous. I mean, it's enormous to say the least. Especially during armed conflict anengil, the first heliborne operations took place somewhere in 1965. During the army used the Mi-4 helicopters against Chinese. So that is it is മിലിറ്ററി ഹിസ്റ്ററിയിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അന്ന് ഹെലികോപ്റ്റേഴ്സിന് ചെയ്യാൻ പറ്റണ പോലെ വേറെ എനിക്ക് തോന്നുന്നില്ല ഇന്നിപ്പോൾ വേറെ ഒരു എയർ പ്ലാറ്റ്ഫോമിനും അത്ര വേഴ്സിറ്റാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം കേപ്പബിലിറ്റിയാണ് ഹെലികോപ്റ്റേഴ്സിന്. ഓരോരോ ആർമിയിലെ ഹെലികോപ്റ്റേഴ്സ് ആർ യൂസ്ഡ് ആസ് ഗൺഷിപ്പ്. അതിൽ നിന്ന് റോക്കറ്റ്സും മിസൈൽസും ഫയർ ചെയ്യാം. നേവിയിൽ ഹെലികോപ്റ്റേഴ്സ് ആർ യൂസ്ഡ് ടു ഫയർ ദ മിസൈൽസ് അല്ലെങ്കിൽ ടോർപിഡോസ് against the submarines അല്ലെങ്കിൽ ഷിപ്പ് against and even mine countermeasures. And the Air Force uses helicopters for the same role what Army uses in conflict zones.
അതിൽ മിസൈൽസ് ഫയർ ചെയ്യാം, അതിന് റോക്കറ്റ്സ് ഫയർ ചെയ്യാം, ഗൺസ് ഫയർ ചെയ്യാം. ഓൾ ദാറ്റ് പോസിബിലിറ്റീസ് എക്സിസ്റ്റ് ഇൻ എ ഒഫൻസീവ് റോൾ. അതേസമയം ഹെലികോപ്റ്റേഴ്സ് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ഡ്യൂറിങ് പീസ് ടൈം, ഇറ്റ് ഈസ് എന്താ പറയുക, ഒരു ഇത്രയധികം ഭാഗ്യമുള്ളൊരു പ്ലാറ്റ്ഫോം ഇല്ല മനുഷ്യനോ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ടുവേർഡ്സ് വാട്ട് ഈസ് കോൾഡ് ഇൻ ഡിസ്ട്രസ്, എനി കൈൻഡ് ഓഫ് ഡിസ്ട്രസ്, വെദർ ഇറ്റ് സെർച്ച് ആൻഡ് റെസ്ക്യൂ, വെള്ളത്തിൻ്റെ കടലിൽ നിന്ന് ആൾക്കാരെ തപ്പി രക്ഷപ്പെടുത്താനോ, അല്ലെങ്കിൽ മെഡിക്കൽ ഇവാക്വേഷൻ, ആരെങ്കിലും പെട്ടെന്ന് ഇവാക്വേറ്റ് ചെയ്യണമെങ്കിൽ ഹെലികോപ്റ്റേഴ്സ് യൂസ്ഡ്, അല്ലെങ്കിൽ I mean I can go on and on. Manish mentioned something about NSGs. He of course he belonged to the elite force of NSG. ഞാൻ ഈ നേവിയിൽ ഇതേ NSG ആണ് മാർക്കോസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. മാർക്കോസ് ഡൈവേഴ്സ് ആണ്, നേവിയിലത്തെ ഡൈവേഴ്സ്, ഫ്യൂ ഡൈവേഴ്സ്, കുറച്ച് ഡൈവേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് ദേ ആർ സെൻറ്റ് ഫോർ ട്രെയിനിങ് ടു ദ ആർമി. സ്പെഷ്യൽ ഫോഴ്സസിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് they become part of the Navy Special Forces. They are called the Marcos. മനീഷിന് കൂടെ ഒബ്രോയ് ഹോട്ടലിൽ മാർക്കോസ് ഈക്വൽ കൂടെ ഉണ്ടായിരുന്നു. മാർക്കോസ് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ മാർക്കോസിന് ഞാൻ ഈ ഹെലികോപ്റ്റേഴ്സിൽ കുറേ പീസ് ടൈം ഓപ്പറേഷൻസിന് ഐ ഹവ് ഫ്ലോൺ ദെം. സോ ഐ നോ എക്സാക്ട്ലി വാട്ട് കൈൻഡ് ഓഫ് ക്ലാൻഡസ്റ്റീൻ ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് സർപ്രൈസ് ഓപ്പറേഷൻസ് ദാറ്റ് helicopters can be used. There are so many, I can go on and on, it is never ending. Helicopters got a versatile, I mean it all depends on നമ്മുടെ ഒരു ഫോഴ്സ് കമാൻഡറിൻ്റെ ഇമാജിനേഷനോ അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ ടാക്ടിക്കൽ സിനാരിയോ ദ ഹെലികോപ്റ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ്. ഹെലികോപ്റ്റേഴ്സ് ആർ ലിറ്റിൽ ഡിഫിക്കൽട്ട് ടു ഫ്ലൈ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഹാവിങ് ഫ്ലോൺ ബോത്ത് ദ ഫിക്സ്ഡ് വിങ്, രണ്ടും ഞാൻ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈയിങ് കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് സെലക്ഷൻ കിട്ടുള്ളൂ. ആദ്യം സാധാരണ എയ്റോപ്ലെയിൻ ഫ്ലൈ ചെയ്തിട്ട് കുറച്ച് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈ ചെയ്യാൻ ചാൻസ് കൊടുക്കുള്ളൂ. ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇറ്റ് ഹാസ് ടു ബി ഒരു എങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഡൈനാമിക്കലി അൺസ്റ്റേബിൾ പ്ലാറ്റ്ഫോമാണത്. ഹെലികോപ്റ്റർ എന്നുള്ള ഒരു സ്റ്റേബിൾ പ്ലാറ്റ്ഫോം അല്ല എയറോഡൈനാമിക്കലി. വേറെസ് ഓൾ എയ്റോപ്ലെയിൻസ് വിച്ച് ഹസ് ഗോട്ട് എ ഫിക്സ്ഡ് വിങ്, അതൊക്കെ വി ഡിഫൈൻ ഇറ്റ് ആസ് എ സ്റ്റേബിൾ പ്ലാറ്റ്ഫോം. എനിക്ക് ഫിസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യണ്ട, പക്ഷേ അതിൽ എക്സ്പ്ലെയിൻ വളരെ ബുദ്ധിമുട്ടാണ് ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈ ചെയ്യാൻ. ഇറ്റ് ഇസ് നോട്ട് ഈസി കമ്പയർഡ് ടു ദ അതർ എയ്റോപ്ലെയിൻസ്. ആൻഡ് നേവിയിൽ ഹെലികോപ്റ്റേഴ്സ് ആർ യൂസ് വൈഡ്ലി. അപ്പോൾ നേവിയിൽ പക്ഷേ ഹെലികോപ്റ്റേഴ്സിന് ഉപയോഗിക്കണമെങ്കിൽ അത് കപ്പലിൽ അമ്മു ചോദിച്ച പോലെ ലാൻഡ് ചെയ്യാനും അതിൽ നിന്ന് കപ്പലിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വേണം. നേവിയിലത്തെ എല്ലാ ഷിപ്പും ഇന്ന് കമ്മീഷൻ ചെയ്യണ ഒരുമാതിരി എല്ലാ ഷിപ്പിലും ഈ ഹെലികോപ്റ്റർ ഓപ്പറേഷൻസ് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഹെലോ ഡെക്ക് ഉണ്ട്. അപ്പോൾ ഈ ഹെലോ ഡെക്കിൽ നിന്നാണ് രാത്രിയും പകലും ഹെലികോപ്റ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യണത്. ഇറ്റ്സ് വെരി നിഷ് ട്രെയിനിങ് വേണം, അല്ലാതെ ഒരു എയർഫോഴ്സ് ഹെലികോപ്റ്റർ പൈലറ്റിനോട് വന്നിട്ട് നേവിയിൽ ലാൻഡ് ചെയ്യാൻ അയാൾക്ക് പറ്റില്ല. ഹെലികോപ്റ്റർ ഫ്ലൈയിങ് മാത്രം അറിഞ്ഞുകൊണ്ട് പോരാ, ആ ഷിപ്പിൽ നിന്ന് ലാൻഡ് ചെയ്യാനുള്ള ആ ടെക്നീക്കും അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് ഇറ്റ് ഇസ് ടോട്ട് ഇൻ വേരിയസ് സ്റ്റേജസ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. 1990 എന്നെ 10th അന്റാർട്ടിക് എക്സ്പെഡീഷനിൽ സെലക്ട് ചെയ്തു. അന്ന് ഞാൻ ഈ ചേതക് എന്നുള്ള സ്മോൾ ഹെലികോപ്റ്റർ ആണ് ഫ്ലൈ ചെയ്തത് നേവിൻ്റെ. സോ ഗോവയിൽ നിന്നാണ് ഈ എക്സ്പെഡീഷൻ അന്റാർട്ടിക്കയിലേക്ക് പോവുക. അപ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ദ വോയേജ് ടേക്സ് 1 month, ഒരു മാസം എടുക്കും അന്റാർട്ടിക്ക എത്താൻ. അപ്പോൾ അന്റാർട്ടിക്കയിൽ എത്തിയിട്ട് അവിടെ പിന്നെ നടക്കാനൊന്നും പറ്റില്ല, ഹെലികോപ്റ്റേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആൾക്കാർക്ക്. അപ്പോൾ ബേസിക്കലി ഇത് എക്സ്പെഡീഷൻ ഇസ് എ സയൻറ്റിഫിക് എക്സ്പെഡീഷൻ. അപ്പോൾ നമ്മുടെ പല ശാസ്ത്രജ്ഞരെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ നാഷണൽ ഫിസിക്കൽ ലാബറട്ടറി അല്ലെങ്കിൽ സർവേ ഓഫ് ഇന്ത്യ, ഓൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഇന്ത്യ, they are represented. We select a few and അവരെയാണ് കൊണ്ടുപോകുന്നത് ഈ അന്റാർട്ടിക്കയിൽ അവരുടെ റിസർച്ച് പ്രോജക്ട്സിന്. അപ്പോൾ അവർ ഈ സയൻറ്റിസ്റ്റിനെ ഓരോ ദിവസം അവരുടെ പ്ലാൻ അനുസരിച്ചിട്ട് അവർ ഓരോ മൗണ്ടൻ ടോപ്സിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം, ലാൻഡ് ചെയ്യണം. അപ്പോൾ അവർക്ക് ഈ കുറേ റിസർച്ച് ദേ ഹാവ് എ ഫ്യൂ റിസർച്ച് വർക്ക് ടു ഹാപ്പൻ. അപ്പോൾ ദേ ഹാവ് ടു ഈ സാറ്റലൈറ്റ്സിൻ്റെ പാസ്സൊക്കെ വേണം അവർക്ക്. അപ്പോൾ ഒരു 2-3 മണിക്കൂർ ആണ് അവർക്ക് സാധാരണ റിസർച്ചിൻ്റെ സമയം. അപ്പോൾ അത് കഴിഞ്ഞ് അവരെ തിരിച്ച് ഷിപ്പിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ മൈത്രി, നമ്മുടെ സ്റ്റേഷൻ മൈത്രിയിൽ ലാൻഡ് ചെയ്യുക. ഇതാണ് ഹെലികോപ്റ്റേഴ്സിൻ്റെ റോൾ. സോ ദിസ് ഇസ് എ കോൺസ്റ്റൻറ്റ്. അവിടെ രാത്രിയില്ല. ഞങ്ങൾ ഈ സമ്മറിലാണ് പോകുക അന്റാർട്ടിക്കയിലേക്ക്. അപ്പോൾ രാത്രിയും പകലും ഇല്ല, 24 മണിക്കൂറും പകലാണ്. അപ്പോൾ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. വി സ്റ്റാർട്ട് ഫ്ലൈങ് ഏർലി മോർണിംഗ്. ആൻഡ് ഏർലി മോർണിംഗ് അല്ല, അറ്റ് 6 in the morning. കേട്ടൻ പുറത്തേക്ക് നോക്കിയാൽ രാവിലത്തെ 6 മണിയാണോ വൈകുന്നേരത്തെ 6 മണിയാണോ എന്ന് മനസ്സിലാവില്ല. അങ്ങനെ ആണ് അവിടെ ഡ്യൂറിങ് ദ എക്സ്പെഡീഷൻ. സോ വൺസ് ഈ അന്റാർട്ടിക്കയിലത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ വെതർ പെട്ടെന്ന് വളരെ അൺപ്രഡിക്റ്റബിൾ ആണ് വെതർ.
വളരെ ക്ലിയർ ആയിട്ടുള്ള ബ്ലൂ സ്കൈസ് വേർ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ദൂരത്തേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാം. ഒരു 200 മൈൽ ദൂരത്തേക്ക് ഉള്ള മലകളും കുന്നുകളും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാം. അതന്നെ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് വെരി ഷോക്കിംഗ്. ആദ്യത്തെ 2-3 ദിവസം ഇറ്റ് വിൽ ടേക്ക് യു ഫോർ ടു ഗെറ്റ് യൂസ് ടു ഇറ്റ്. അതേ സമയത്ത് ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് കൊണ്ട് ഇത് ദി എൻറ്റയർ കാലാവസ്ഥ മാറി ഈ മഞ്ഞ് മഴ ബ്ലിസേർഡ് എന്ന് പറയും. ഈ ഐസ് കാറ്റിൻ്റെ ശക്തി കൂടും. ഒരു 40 knots ഒക്കെ കഴിഞ്ഞാൽ ഇത് ഐസിൻ്റെ ടോപ്പ് ലെയർ ഗെറ്റ്സ് ലിഫ്റ്റഡ് അപ്പ് ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ കണ്ടീഷൻ കോൾഡ് എ ബ്ലിസേർഡ്. ബ്ലിസേർഡിൽ കംപ്ലീറ്റ് വൈറ്റ് ഔട്ട്, ഇറ്റ്സ് കോൾഡ് വൈറ്റ് ഔട്ട് കണ്ടീഷൻസ്. നമുക്ക് എവിടെയാണ് നമ്മുടെ ഹൊറൈസൺ എവിടെയാണെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ എവിടെയാണ് ഭൂമി ആകാശം എവിടെ അവസാനിക്കുന്നത്, എവിടുന്ന ഭൂമി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഹൊറൈസൺ ഡിസേർണബിൾ ആവില്ല. അതാണ് ഫോർ എ പൈലറ്റ് അതാണ് ഏറ്റവും വലിയ ഒരു ഓറിയൻറ്റേഷൻ. വെൻ യു ആർ ഇൻ ദി എയർ യു മസ്റ്റ് ഓൾവേസ് റിലേറ്റ് ടു ദി ഹൊറൈസൺ എവിടെയെന്ന് അറിയണം. അതനുസരിച്ചിട്ടാണ് എവറി മെനുവർ ഇസ് ഫ്ലോൺ. സോ വെൻ യു ആർ ഐ ഹാഡ് ടു ഫ്ലൈ ഇൻ ദിസ് വൈറ്റ് ഔട്ട് കണ്ടീഷൻസ്. കാരണം ഞാൻ കൊണ്ടേ ലാൻഡ് ചെയ്ത 4 സയൻറ്റിസ്റ്റിനെ സേവ് ചെയ്യാതെ പറ്റില്ല. കാരണം അവരുടെ അടുത്ത് കയ്യിലൊന്നും ഫുഡും ക്ലോത്ത്സും ഒന്നും ഉണ്ടായിരുന്നില്ല. So I had to go. I had no choice. I knew that it was almost suicidal. It was but God's were on their side. I could പോയി അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു, ലാൻഡ് ചെയ്തു. അതിനാണ് എനിക്ക് ആദ്യത്തെ നൗസേന മെഡൽ കിട്ടിയത്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞു ഹെലികോപ്റ്റേഴ്സ് യൂസ് ഫോർ റെസ്ക്യൂ ഓപ്പറേഷൻസ് ആണ്. അപ്പം 4 പേരെ കയറ്റാൻ പറ്റുന്ന ഹെലികോപ്റ്ററിലാണ് രാജേട്ടൻ 32 പേരെ കയറ്റി 2018 ഫ്ലഡ്സിൻ്റെ സമയത്ത് രക്ഷപ്പെടുത്തിക്കൊണ്ട്. ദാറ്റ് വാസ് ഇൻ 1990. ഞാൻ ഈ സയൻറ്റിസ്റ്റിനെ അന്റാർട്ടിക്കയിൽ നിന്ന് വൈറ്റ് ഔട്ട് കണ്ടീഷൻസിൽ റെസ്ക്യൂ ചെയ്തിട്ട് എനിക്ക് ഐ ഗോട്ട് ദി ഫസ്റ്റ് ബ്രേവറി അവാർഡ്, ഗാലൻട്രി അവാർഡ്. ഫാസ്റ്റ് ഫോർവേഡ് ടു 2018. I had to 2017 in fact 2017. Let me start with 2017. 2017 is another question. Yeah. So let me relate with this. Where I had to fly in whiteout conditions in 1990 and rescue scientists. In 2017 during the cyclone Oki, എനിക്ക് ഇതിന് നേരെ ഓപ്പോസിറ്റായ ഒരു കൂരിട്ട് രാത്രിയിൽ ഫിഷർമെന്നിനെ സേവ് ചെയ്യേണ്ടി വന്നു. അന്ന് ഞാൻ ഐ വാസ് ഫ്ലൈങ് ദ സീ കിങ്സ്, ദ ട്വിൻ എഞ്ചിൻ ബിഗ് ഹെലികോപ്റ്റർ. അതിനാണ് എനിക്ക് ശൗര്യചക്ര കിട്ടിയത്. സോ ഐ ഹവ് കം ഫുൾ സർക്കിൾ. I have flown in whiteout, I have flown in pitch dark night, and both times I got my gallantry awards. Okay. Manish sir, 26/11 ഇപ്പോഴും നമുക്കൊരു ഭയങ്കര ഒരു ബ്ലാക്ക് മാർക്ക്ഡ് ഡേ ആണ്. എന്താണ് അന്ന് 26/11 നൈറ്റ് സംഭവിച്ചത്? ആൻഡ് അനദർ ക്വസ്റ്റ്യൻ ഇസ്, ഇപ്പം നമ്മൾ കുറേ ന്യൂസിലാണെങ്കിലും ആർട്ടിക്കിൾസിലാണെങ്കിലും ഒക്കെ നമ്മൾ കുറേ വായിച്ചിട്ടുണ്ട് 26/11 എന്തൊക്കെ സംഭവിച്ചു. പക്ഷേ ഐ വോണ്ട് യു ടു ഷെയർ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം, അത് സാറ് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ ഓൺ ദ നൈറ്റ് ഓഫ് 26/11. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സാറിന് ഷെയർ ചെയ്യാനാണെങ്കിൽ അതും കൂടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇൻസൈറ്റ്ഫുൾ. എന്താണ് അന്ന് സംഭവിച്ചത് പ്ലസ് ദിസ്? ആക്ച്വലി ഈ 26/11 നമ്മൾ മുമ്പേ 2008 നടന്ന ടെററിസ്റ്റ് അറ്റാക്ക്, 10 ലഷ്കർ ഇ തോയ്ബയുടെ പാകിസ്ഥാനിൽ നിന്ന് വന്ന 10 ലഷ്കർ ഇ തോയ്ബയുടെ ടെററിസ്റ്റുകളായിരുന്നു. പക്ഷെ അവിടെ അവർ അതിന് മുന്നേ ഒരു 6 മാസം മുന്നേ ഇതേ കൊളാബോ സ്റ്റേഷനിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 6 മാസം മുന്നേ വന്നു. അവർ അങ്ങനെയല്ല, ഒരു അറ്റാക്കിങ് ഇതിലേക്കല്ല വന്നത്, അതിൻ്റെ ഒരു നമ്മൾ റെക്കി ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫോഴ്സ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കിയത്. പക്ഷേ ഞങ്ങൾ IBക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്ര സീരിയസ് ആയി എടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെ പോയി അവിടെ നിന്ന് എസ്കേപ്പായി. പിന്നെ അങ്ങനെ അതിന് ശേഷമാണ് അവരൊരു വെൽ പ്ലാൻഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഡൽഹിയിലായിരുന്നു. ഞങ്ങൾ അലേർട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ എപ്പോഴും നമ്മുടെ ഇതിൽ തന്നെ ഒരു കമാൻഡോസിൽ തന്നെ ഒരു സ്പെഷ്യൽ ടീമുണ്ട്, അൾട്ട എന്ന് പറയുന്നൊരു സ്പെഷ്യൽ ടീം, ഫേസ് ടു ഫേസ് അറ്റാക്ക് ചെയ്യുന്ന ഷോട്ട് വിത്തൗട്ട് എയിമിൽ ഫയർ ചെയ്യുന്ന ആൾക്കാർ. അതിൽ ഒരു 20 പേരുണ്ടായിരുന്നു, അതിൽ ഒരു ടീം. അപ്പം ഞങ്ങളാണ് റൂം ഇൻ്റർവെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടൈമിങ്ങിൽ ഓരോ മൈക്രോ സെക്കൻഡും വാല്യുബിളാണ്. ആദ്യം ആര് ട്രിഗർ പ്രസ് ചെയ്യും അവർ വിന്നാവും. അതാണ് ട്രിഗർ ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ലീഡറായിരുന്നു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. ഞാനും അത് ആ ടീമിൽ അംഗമായിരുന്നു.
അപ്പോൾ ഞങ്ങളവിടെ എയർപോർട്ടിൽ എപ്പോഴും സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇങ്ങനെ നിൽക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നത് അന്ന് എന്തോ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു. ഒരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് IPL ആണെന്ന് തോന്നുന്നു, IPL മാച്ച് നടക്കുന്ന സമയത്ത്. അപ്പോൾ അന്ന് പെട്ടെന്ന് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ വന്നു, മുംബൈയിൽ ഇങ്ങനെ ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്നുണ്ട്. ഞങ്ങളും അത് TV-യിലൂടെ ഞങ്ങളും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ TV-യിലൂടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. കാരണം ഏകദേശം 16 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കമാൻഡോസ് അവിടെ എത്തുന്നത്, മുംബൈയിൽ എത്തുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ കിട്ടി. ഞങ്ങൾ 200 കമാൻഡോസ് ഡൽഹിയിൽ നിന്ന് IL ഫ്ലൈറ്റിൽ ഞങ്ങളവിടെ ലിഫ്റ്റ് ചെയ്തു. അങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ സാന്താക്രൂസ് എയർപോർട്ടിൽ അവിടെ മുംബൈയിൽ ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ കൂടെ അന്നത്തെ മിനിസ്റ്റർ അയക്കുന്ന ശ്രീ ശിവരാജ് പട്ടേൽ സർ, ഹോം മിനിസ്റ്റർ, അദ്ദേഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നപ്പോൾ ആക്ച്വലി ഞങ്ങൾക്കൊരു ക്ലിയറൻസ് വേണമായിരുന്നു. കമാൻഡോസ് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് വേറെ ആരും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ സർ രാജ്കുമാർ സാർ പറഞ്ഞതുപോലെ അവിടെ മാർക്കോസ് ഉണ്ടായിരുന്നു, മുന്നേ മാർക്കോസ് കമാൻഡോസ് ഉണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ള ഫോഴ്സിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു, അതിൽ പോലീസ് ഫോഴ്സിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൺഫ്യൂഷനാവും. കാരണം ഞാനൊക്കെ താടി വെച്ച് ഒരു ഡിസിപ്ലിൻഡ് അല്ലാത്ത രീതിയിൽ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ടെററിസ്റ്റ് എന്ന് തോന്നും. ഞങ്ങളെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ക്രോസ് ഫയർ ആവും, ഞങ്ങളെ തന്നെ ഫയർ ചെയ്യും ചിലപ്പോൾ ടെററിസ്റ്റാണെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ആ ക്രോസ് ഫയർ എന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ക്ലിയറൻസിന് വേണ്ടി, അപ്പോൾ അതവിടെയാണ് ഇവരെ പറഞ്ഞ NSG വന്നു. NSG വരാൻ ലേറ്റായി. എല്ലാവരും വിചാരവും ഇത് ലേറ്റ് ആവുന്നതാണ്. അതിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു NSG. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ക്ലിയറൻസ് കിട്ടണം, ഏത് ആൾക്കാർ ഉള്ളതെന്ന്. അപ്പോൾ ആക്ച്വലി മാർക്കോസ് എന്ന് പറയുന്നത് വെൽ ട്രെയിൻഡ് ഫോഴ്സാണ്. അവർ അണ്ടർ വാട്ടർ ഇതിൻ്റെ അകത്ത് നമ്മുടെ വേൾഡ് നമ്പർ 1 ആണ് നമ്മുടെ മാർക്കോസ് കമാൻഡോസ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇവർ കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻ അത്ര എക്സ്പീരിയൻസ് അല്ല. അവർക്ക് അത് ചെയ്യേണ്ട ആവശ്യങ്ങൾ അപൂർവം ചില സമയത്തേ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അവിടെ സ്റ്റിൽ ഓപ്പറേഷൻ നിർത്തേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഈ പറയുന്ന സ്ഥലത്ത് ആൾക്കാരുണ്ടോ ഇല്ലയോ എന്ന് ആരും അറിയില്ല. അപ്പോൾ അത് ആക്ച്വലി അതിൻ്റെ ക്ലിയറൻസ് തരേണ്ടത് 3 അവിടുത്തെ പോലീസ് ഓഫീസേഴ്സാണ്. ഒന്ന് ഹേമന്ത് കർക്കറെ സർ, അശോക് കാംറ്റെ തലാസ്കർ എന്ന് പറയുന്ന ഈ 3 പോലീസ് ഓഫീസേഴ്സും അവിടെ മരണപ്പെട്ടു. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. പിന്നെ ഞങ്ങൾ എത്തുമ്പോഴേക്കും ഇവർ നരിമാൻ ഹൗസ്, താജ് ഹോട്ടൽ, ട്രൈഡൻറ്റ് ഓബ്രൈ ഹോട്ടൽ എന്ന് പറയുന്ന ഈ 3 സ്ഥലത്തും അവിടെയുള്ള ആൾക്കാരൊക്കെ ബന്ദികളാക്കി വെച്ചുകൊണ്ട് അതുകൊണ്ട് അവിടെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നരിമാൻ ഹൗസിൽ ആദ്യ ഓപ്പറേഷൻ തുടങ്ങിയത് നരിമാൻ ഹൗസിലാണ്. നരിമാൻ ഹൗസിൽ 2 ടെററിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഹെലികോപ്റ്ററിൻ്റെ ഏറ്റവും വലിയ ഒന്ന് ഒഫൻസീവ്, ഒന്ന് ഡിഫെൻസീവ്. എന്ന് ഒഫൻസീവിലും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. എന്നെ ഡിഫെൻസീവിലും എന്നെ ലിഫ്റ്റ് ചെയ്തത്, അപകടം സംഭവിച്ച് ലിഫ്റ്റ് ചെയ്തത് ഹെലികോപ്റ്ററിലാണ് എന്നെ കൊണ്ടുപോയത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നരിമാൻ ഹൗസിൽ അവിടെ നിന്നു. നമ്മളെ ഈ അൾട്ട എന്ന് പറയുന്ന നമ്മുടെ ടീം ആദ്യം ഞങ്ങളാണ് ചെയ്തത്. അപ്പോൾ നരിമാൻ ഹൗസിൽ 2 ടെററിസ്റ്റുകളുണ്ടായി. അവരെ വധിക്കുന്നിടയിൽ വെച്ച് ഇപ്പോൾ ഞങ്ങൾ പറയുന്ന ചില തെറ്റുകൾ, ചെറിയ തെറ്റുകൾ, പാളിച്ചകൾ, അതാണ് നമ്മൾ ഓരോ ട്രെയിനിങ്ങിലും ഞങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷെ അത് ചിലപ്പോൾ ചില സമയത്ത് നമ്മളത് അനുസരിക്കാതെ. അപ്പോൾ അത് ഈ ഇതേപോലെ നമ്മൾ ഈ ജനലിൻ്റെ താഴെയുടെ ഒരു ട്രാവലിംഗ് പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിലൂടെ മാത്രമേ നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. പക്ഷേ അത് പെട്ടെന്ന് നമ്മുടെ ഒരു കമാൻഡോ ഗജേന്ദ്ര സിംഗ്, അദ്ദേഹം ആ ജനലിൻ്റെ അടുത്തോടുകൂടെ ഇങ്ങനെ ഉള്ളിൽ ആരാണെന്ന് നോക്കുമ്പോൾ ആ സമയം ഒരു ചെറിയ സെക്കൻഡിൽ ആ സമയത്ത് ഒരു ബ്രഷ് ഫയർ വന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തിന് താഴെ 3 ബുള്ളറ്റ്സ് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ അതേ സ്പോട്ടിൽ അവിടെ മരണപ്പെട്ടു. പിന്നെ അവിടെ ആ 2 ടെററിസ്റ്റുകളെ വധിച്ച് താജ് ഹോട്ടലിൽ 4 ടെററിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരെ വധിക്കുന്നിടയിൽ വെച്ചിട്ടാണ് ഈ അവസരത്തിൽ ഞാൻ ഒരാളെ സ്മരിക്കുകയാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ട കമാൻഡോ അല്ലെങ്കിൽ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ സാബ്. പിന്നെ താജ് ഹോട്ടലിൻ്റെ ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡയറക്ടറും അതേപോലെ തന്നെ ഇതെല്ലാം ആയിട്ട് എനിക്ക് ഒരു 2-3 മാസം സംബന്ധിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം സന്ദീപ് സാറിൻ്റെ മാനറിസമൊക്കെ പറഞ്ഞു കൊടുക്കാൻ. പക്ഷേ ഞാനൊരു സ്റ്റോറി പറയും, പക്ഷെ നിങ്ങൾ സിനിമയിൽ വേറെ എന്തായിരിക്കും കണ്ടു. സിനിമ എന്ന് പറയുന്ന ഒരു മേക്കിംഗ് ആണ്. അപ്പോൾ ഈ താജ് ഹോട്ടലിൽ എനിക്ക് എപ്പോഴും ചിരിയും അതേപോലെ തന്നെ ചിരിക്കാൻ പാടില്ല, എന്നാലും ചില സമയത്ത് ഒരു സഹതാപം തോന്നിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു താജ് ഹോട്ടലിൽ നമ്മളൊരു റൂമിൽ പോയപ്പോൾ ആ റൂമിൽ
16 പോലീസ് ഓഫീസേഴ്സാണ് ഉണ്ടായത്, 16 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ റൂമിൻ്റെ അകത്ത്. കാരണം അവിടെ അവരൊന്നും ചെയ്യാതെ പകച്ചു നിന്നു. അപ്പോൾ ഞങ്ങളോട് പറയാം, ഞങ്ങളെ കൊല്ലരുത്, നമുക്ക് മസ്ത് മാറോ തീ വെച്ച. അപ്പോൾ അവരെന്താ വിചാരിച്ചത് ഞങ്ങൾ ടെററിസ്റ്റ് ആണെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവർ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ വെപ്പൺസ് അങ്ങനെയുള്ള വെപ്പൺസ് അല്ല, ഒരു കാർബൈൻ വെപ്പണായിരുന്നു. പക്ഷേ രണ്ടാമത് വെച്ചാൽ അവരാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കാണുന്നത്, ട്രെയിൻഡ് അല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എല്ലാം ഭയപ്പെടേണ്ട, ഞങ്ങൾ കമാൻഡോസാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ രക്ഷിക്കുന്ന ആൾക്കാരെ, കാരണം ഈ ടൈമിങ് ഇതിൽ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഒരാളെ ഒരു റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു എമർജൻസി എക്സിറ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു, അവിടുത്തെ വരെ അവരെ കൊണ്ടുവിടണം. അപ്പോൾ അതിന് ടൈമിംഗ് ആണ്, കാരണം ഞങ്ങൾ റൂം ഇൻ്റർവെൻഷൻ ചെയ്യണം, അത് കഴിഞ്ഞ് അവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവിടണം. അപ്പോൾ ആ കാണുന്ന കോറിഡോറിലെല്ലാം ഏകദേശം ഒരു 45 ആളോളം മരിച്ചു വീണ്, ചെറിയ കുട്ടികളും അധികം സ്ത്രീകളായിരുന്നു. ബ്ലഡൊക്കെ ഇങ്ങനെ ചളി പോലെ കെട്ടിക്കിടക്കുകയായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ നിന്ന് അവരെ ബോഡി മാറ്റണം, ഞങ്ങൾ ആ ബോഡി മാറ്റണം. കാരണം അവിടെ ഈ കഴുത്തിനൊക്കെ വെടികൊണ്ടതിന് ശേഷം ഒരു ഓവർ വെയിറ്റ് ആയി, ബോഡി ഇങ്ങനെ പെട്ടെന്ന് എയർ ജാമായിട്ട് അങ്ങനെ വല്ലാത്തൊരു വെയിറ്റ് ആയി, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഇവർ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നതും. അതേപോലെ നമ്മൾക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ടൈം വേസ്റ്റ് ആവുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വരണമെന്നു. പക്ഷേ ആദ്യം ഭയന്നു, പിന്നെ ഞങ്ങൾ തന്നെ കൂട്ടിപ്പോയി, അങ്ങനെ ചെയ്തു. ആ 16 പേർക്കും രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി അതിന് ശേഷം അതുമായിട്ട് കംഫർട്ടായി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു താജ് ഹോട്ടലിൽ. അങ്ങനെ ആ 4 ടെററിസ്റ്റുകളെ വധിക്കുന്നതിനിടയിൽ വെച്ചിട്ട് നമ്മുടെ ഒരു കമാൻഡോ, ഒരു സുനിൽ യോദ്ധ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുള്ളറ്റ് പ്രൂഫിൻ്റെ സൈഡിലൂടെ ഒരു 7 റൗണ്ട് ബുള്ളറ്റ്, അദ്ദേഹത്തിൻ്റെ 3 ബുള്ളറ്റ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് തുളച്ചേര്, ബാക്കിയൊക്കെ ഇതിന് ബുള്ളറ്റ് പ്രൂഫിന് തട്ടി പുറത്തു പോയി. ആ ഡയറക്ഷനിലേക്ക് സന്ദീപ് സാവ് പോയി. കാരണം സന്ദീപ് സാവ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, സാവ് പോരാ, നമുക്ക് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സാർ പറഞ്ഞു, ഇല്ല ഞാൻ നോക്കട്ടെ, ഞാൻ ഒറ്റയ്ക്ക് പോകാം, വേറെ ആരും വരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, സന്ദീപ് സാവ് അവിടെ, കാരണം തനിക്ക് നേരെ വന്ന 2 ടെററിസ്റ്റുകളെ വിരിനെഞ്ചിൽ ഏകദേശം ഒരു 27 ബുള്ളറ്റ്സുകൾ ഏറ്റുവാങ്ങിയിട്ടാണ് സന്ദീപ് സാവ് അവിടെ വെച്ച് വീരമൃത്യു വരിക്കുന്നത്. പിന്നെ അപ്പം നിങ്ങൾക്ക് കാണാം താജ് ഹോട്ടലിൽ ഒരു ടെററിസ്റ്റിനെ കത്തിച്ച് പുറത്തേക്ക് വലിച്ചെറിയുന്നത്. നമുക്കൊക്കെ അത് പറയാൻ വേണ്ടി പറ്റില്ല, അങ്ങനെയുള്ളൊരു വികാരമായിരുന്നു. കാരണം സന്ദീപ് സാവ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ള, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ അങ്ങനെ കുറേ പേരുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഞങ്ങൾ ഈ ഓപ്പറേഷൻസിൽ നമ്മുടെ ഈ അൾട്ട എന്ന് പറയുന്ന നമ്മുടെ ടീം എല്ലായിടേക്കും പോയിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ അതിനുശേഷം അവസാനം ഞങ്ങൾ ഇതേപോലെ ഹെലികോപ്റ്ററിൽ, എല്ലാ സ്ഥലത്തും ഹെലികോപ്റ്ററിൽ ലിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഹെലികോപ്റ്റർ സ്ലെതറിങ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. മുകളിൽ നിന്ന് താഴേക്കാണ് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുക. അങ്ങനെ അവിടെ ഇരിക്കുന്ന 4 ടെററിസ്റ്റുകൾ, അങ്ങനെ അവസാനം ട്രൈഡൻറ്റ് ഓബ്രേ ഹോട്ടലിൽ ഒരു 26 നിലയുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഓപ്പറേഷൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് താഴെ, അവിടെ ഈ ട്രൈഡൻറ്റ് ഓബ്രേ ഹോട്ടലിലും ഏകദേശം ഒരു 32 ആളോളം മരണപ്പെട്ടിരുന്നു. അതേ സെയിം സിറ്റുവേഷനായിരുന്നു. അവിടെ എനിക്ക് കണ്ട ഏറ്റവും വലുത് ഒരു 4-5 കുട്ടികൾ പോലും അവിടെ മരണപ്പെട്ടു. പിന്നെ അതുകൂടാതെ കുറേ പേർക്ക് പൊള്ളലേറ്റു. ഇത് ബ്ലാസ്റ്റിങ്ങിൻ്റെ അകത്ത് ഫയറായപ്പോൾ അതിൻ്റെ ഹോട്ടലിന് തീ പിടിച്ചു. അപ്പോൾ അങ്ങനെ പൊള്ളലേറ്റു, അവിടെ അവശമായി വീണു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു വെറിയാണ്, എങ്ങനെയെങ്കിലും ഇവരെ ഇല്ലാതാക്കണമെന്ന്. പക്ഷേ നമുക്കൊന്നും തോന്നില്ല, കാരണം വല്ലാത്തൊരു എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞങ്ങളത് ആ ഓപ്പറേഷനിൽ പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ 26 നിലയുള്ള ബിൽഡിങ്ങിൽ നിന്ന് 20ാമത്തെ നിലയിലാണ് ഞങ്ങൾ ടെററിസ്റ്റുമായി കോൺടാക്റ്റായി. 2 ടെററിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെററിസ്റ്റുമായിട്ട് കോൺടാക്റ്റ് ആയതിനു ശേഷം ഞങ്ങൾ അവരെ വധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ സംഭവിച്ചത് RDX, 80 കിലോ RDX ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. RDX ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ചിലപ്പോൾ മരണപ്പെടും, ഹോട്ടൽ ചിലപ്പോൾ തകരും.
ആ അവസരത്തിൽ ഞങ്ങൾ അവരെ ഇത് എൻഗേജ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ അത് കണക്റ്റ് ആയിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ ഡോറ് ബ്ലാസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഫ്രെയിം മാത്രം ബാലൻസ് ഉണ്ടായിരുന്നു. ബാക്കി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ബ്ലാസ്റ്റിംഗ് നടക്കുന്ന ആ സെക്കൻഡിൽ തന്നെ നമ്മൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണം. ഇത് ഒരു മൈക്രോ സെക്കൻഡ് വാല്യൂകളാണ്. കാരണം എന്നെ പണ്ട് എൻ്റെ രാഘവ് മാഷ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ A+B² = A² + 2AB + B² എന്ന് അടിച്ചു പഠിപ്പിച്ചതാണ്. പക്ഷേ എനിക്ക് മാത്തമാറ്റിക്സ് ഞാൻ വിചാരിച്ചു അത്രയും, കാരണം ഇത് ആക്ച്വലി ഈ ഓപ്പറേഷനിലാണ് ഓരോ മൈക്രോ സെക്കൻഡും വാല്യൂ ഉള്ളതാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ബ്ലാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ എൻട്രി ആയതിനു ശേഷം പക്ഷേ നിർഭാഗ്യം അന്ന് ആ ബ്ലാസ്റ്റിംഗ് നടന്ന സമയത്ത് അതിൻ്റെ ഇതേപോലുള്ള നമ്മുടെ വാളിലൊക്കെ വുഡൻ പാനൽ ചെയ്തായിരുന്നു. പിന്നെ അവർ സ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ക്രീനിന് തീ പിടിച്ചപ്പോൾ ആ റൂമൊക്കെ തീ പിടിച്ചു. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡ് എൻ്റെ കൈ ഇപ്പോൾ പൊള്ളലേറ്റു. അങ്ങനെ എൻ്റെ ഡാഗ്രി കവറോൾ ഡ്രസ്സായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഡാഗ്രിയൊക്കെ തീ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് വന്ന് ഈ ബുള്ളറ്റ് പ്രൂഫ് മറ്റേ എൻ്റെ ഒരു ടീഷർട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് അതിൻ്റെ മേലെ ബുള്ളറ്റ് പ്രൂഫിനും കുറേ എത്തിയ, പക്ഷെ അന്നൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ ഹെൽമെറ്റ് എൻ്റെ ഒരു ഫൈബറിൻ്റെ ഹെൽമെറ്റായിരുന്നു, ഒരു സ്റ്റീൽ ഹെൽമെറ്റായിരുന്നു. ആ ഹെൽമെറ്റിന് അത് ബുള്ളറ്റ് ഇടുമ്പോൾ അതിന് ചൂടേറ്റുന്നതുകൊണ്ട് ഞാൻ എൻ്റെ തൊട്ടടുത്ത് അവിടെ ഹിറ്റിൽ ഇരിക്കുന്ന നമ്മളൊരു ഒരാളുണ്ട്, ഒരു യോഗേന്ദ്രയ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഈ ഹെൽമെറ്റ് വെക്ക്. ഞാൻ ഈ ഹെൽമെറ്റ് വാങ്ങി, അവൻ്റെ ഒരു ഫൈബർ ഹെൽമെറ്റായിരുന്നു, അത് വാങ്ങി ഞാൻ ഇട്ടു. പിന്നെ അതിൻ്റെ അകത്ത് ഞാനും എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്യാപ്റ്റൻ AK സിംഗ് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഞങ്ങൾ രണ്ടാളും നിന്നപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോവാം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഉള്ളിൽ പോകരുത്, ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇല്ല സാർ, അതിൻ്റെ ഉള്ളിൽ പോയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അന്ന് എൻ്റെ വൈഫും എൻ്റെ മകനും, അന്ന് എൻ്റെ മകന് 4 മാസം മാത്രമേ പ്രായമുള്ളൂ, ഡൽഹി എൻ്റെ ക്വാർട്ടേഴ്സിലായിരുന്നു. ഞാൻ സാറോട് പറഞ്ഞു അങ്ങനെ സാബ എൻ്റെ കുട്ടികളെ നോക്കണം, മോനെ നോക്കണം, ഞാൻ ചിലപ്പോൾ തിരിച്ചു വരും, ചിലപ്പോൾ ഒന്നും എന്താ സംഭവിക്കാമെന്നറിയില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പോകണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ചെയ്യാതെ ഒന്നും നടക്കില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഡോറിൻ്റെ ആ ഫ്രെയിം മാത്രം ബാലൻസിലൊക്കെ ഫ്രെയിം ചവിട്ടി താഴെ ഇട്ടുകൊണ്ട് മാറി നിന്നു. ഈ സൈഡ് മാറി നിന്നപ്പോൾ അതിൻ്റെ ഡയറക്ഷനിലേക്ക് ടെററിസ്റ്റ് ഒരു പ്രാവശ്യം ട്രിഗർ പ്രസ് ചെയ്യും, പിന്നെ വിടും, ട്രിഗർ പ്രസ് ചെയ്യും. അങ്ങനെ ട്രിഗർ ഓപ്പറേഷൻ ഞാൻ കാൽക്കുലേഷൻ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ആ ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ ഒരു 2-3 ബുള്ളറ്റ് വരും, പിന്നെ ഒരു പ്രാവശ്യം ട്രിഗർ വിടും, പിന്നെയും അങ്ങനെ ആ കാൽക്കുലേഷൻ ചെയ്ത് പിന്നെ ട്രിഗർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ഫയർ ചെയ്ത് ഉള്ളിൽ കയറുമ്പോൾ ആ ടെററിസ്റ്റ് രണ്ടാമത് ട്രിഗർ പ്രസ് ചെയ്യുമ്പോൾ ഈ ബുള്ളറ്റ്സൊക്കെ താഴോട്ടേക്കാണ് വന്നത്. ഞാൻ ഏകദേശം ഒരു 18 റൗണ്ട് അദ്ദേഹത്തിൻ്റെ ആ ടെററിസ്റ്റിന് മേലെ ഉപയോഗിച്ചു. പിന്നെ തിരിച്ച് ഞാൻ ആ റൂമിൻ്റെ ഉള്ളിലേക്ക്, ഒരു ഡ്രസ്സിങ് റൂം വേറെയാണ്, വേറൊരു സൈഡാണ് നമ്മുടെ ബെഡ്റൂമുള്ളത്. ആ റൂമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ വെപ്പണിൻ്റെ ബാരലാണ് ഫ്രണ്ടിലുണ്ടാവുക. ഡോറിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ബാരൽ പിടിച്ച് ഉള്ളിലേക്ക് വലിച്ചപ്പോൾ ഞാൻ ആ വെപ്പൺ വിട്ട് താഴെ വീഴാൻ വേണ്ടി പോയി ശ്രമിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തെ ചവിട്ടി താഴെ ഇട്ടുകൊണ്ട് എൻ്റെ ഒരു സെക്കൻഡറി വെപ്പൺ പിസ്റ്റളെടുത്ത് മുഖത്തും ചെസ്റ്റിനാണ് ഫയർ ചെയ്ത്. ഒരു ഏകദേശം ഒരു പിസ്റ്റളിലുള്ള ഒരു 8-9 ബുള്ളറ്റ്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളൊക്കെ ഇട്ടിരുന്ന ബെൽറ്റ്, ഗ്രനേഡ് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ആ ഗ്രനേഡിൻ്റെ റിങ്ങിലൂടെ ബെൽറ്റ് ഇട്ടുകൊണ്ട് ഗ്രനേഡ് ഒരു സീരിയലാക്കി ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക് ഗ്രനേഡ് പിടിച്ച് മുകളിലേക്ക് വലിച്ചത്, മരിക്കുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകുന്ന അർത്ഥത്തിൽ അള്ളാഹെന്ന് പറഞ്ഞു മേലേക്ക് എറിഞ്ഞു. പക്ഷെ അത് താഴെ വന്ന് ബ്ലാസ്റ്റായി ഞാൻ സ്പോട്ടിൽ മരിക്കുമെന്ന് തോന്നിയപ്പോൾ ഞാനത്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയമല്ല അത്രയും, കാരണം ആ ടൈമിംഗ് ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഞാനത് ഹെഡ് ചെയ്തു. പക്ഷേ എൻ്റെ തലയുടെ ഒരു 4 ഫീറ്റ് മുകളിൽ തന്നെ അത് ബ്ലാസ്റ്റായി മഴ പെയ്യുന്ന പോലെ എൻ്റെ ഹെൽമെറ്റിലേക്ക് ഇറങ്ങി. അങ്ങനെ ഹെൽമെറ്റിൽ ഒരു 3 ബുള്ളറ്റ് തുളച്ച് കയറി, അതിൽ ഹെൽമെറ്റ് പൊട്ടിച്ചിതറി. അങ്ങനെ ഒരു 4-5 ബുള്ളറ്റ് ഹെൽമെറ്റ് തട്ടിപ്പോയി. അപ്പോൾ ആ ബുള്ളറ്റ് എൻ്റെ ഒരു 5 ഇഞ്ച് വയസ്സ് സ്കള്ളില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് അവസാനമായി കേൾക്കുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റൻ AK സിംഗ് അദ്ദേഹം വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവസാനമായിട്ട് പറയുന്ന വാക്കാണ്, മനേഷിനെ എടുക്കും, മനേഷ് കൂട്ടാവും ജൽദി ഉട്ടാന. കാരണം
അപ്പോൾ അദ്ദേഹം അപ്പോൾ പിന്നീടാണ് ഞാൻ ഇങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹം എന്തിനാണ് എന്നെ എടുക്കുമെന്ന് വേറൊരാളോട് പറഞ്ഞതെന്ന് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിൽ ഒരു ചീള് പോയിട്ട് അദ്ദേഹത്തിൻ്റെ വലത് കണ്ണ് നഷ്ടപ്പെട്ടു. ആ ചോരവാർന്ന് ഒഴുകുന്ന ആ കണ്ണുകളുമായിട്ട് ഹരിയാനക്കാരനായ ക്യാപ്റ്റൻ എ കെ സിംഗ്, കേരളക്കാരനായ മനേഷിനെ എടുക്കുമെന്ന് പറയണമെങ്കിൽ നമ്മൾ സൈനികരെല്ലാവരും ഒരറ്റമ്മ ഒറ്റ മക്കളെ പോലെ. ഞാൻ ഇതേ ചോദ്യം തന്നെ ഇപ്പം സാറിനോട് ചോദിച്ച അതേ ചോദ്യം രാജേട്ടനോടും കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഈ 26/11 കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ ഈ 2018 ഫ്ലഡ്സ് അല്ലെങ്കിൽ 2017 ഓക്കിയുടെ സമയത്ത് ഇപ്പോൾ 2018 ഫ്ലഡ്സിൽ നമ്മളൊക്കെ ഭയങ്കര വൈറലായിട്ട് കണ്ടൊരു ഫോട്ടോ ആണ് ഒരു വീടിൻ്റെ മുകളിൽ താങ്ക് യു എന്ന് പറഞ്ഞ് എഴുതി വെച്ച്. അത് സാധാരണക്കാർക്ക് കാണാനല്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആരോ എഴുതി വെച്ചതാണ്. അതുപോലെ വേറെ എന്താണ് സർ രാജേട്ടൻ മാത്രം കണ്ടിട്ടുള്ളൊരു കാഴ്ച ഈ ഒരു സമയത്ത്? അങ്ങനെ ഒരു ഹെലികോപ്റ്റർ ഞാൻ 10-35 കൊല്ലം ഹെലികോപ്റ്റർ ഫ്ലൈറ്റിലായിരുന്നു. കുറേ റെസ്ക്യൂ മിഷൻസ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ അധികം റെസ്ക്യൂ മിഷൻസ്. ഇത് സാധാരണ പേപ്പറിലും ടി വിയിലൊക്കെ വന്ന റെസ്ക്യൂ മിഷൻസാണ് നിങ്ങൾ ഈ പറയുന്ന ഓക്കിയും കേരള ഫ്ലഡ്സും. അതിന് അല്ലാതെ പല റെസ്ക്യൂ മിഷൻസിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് ഫ്ലഡ്സ്, തമിഴ്നാടു ഫ്ലഡ്സ്, മെഡിക്കൽ ഡിസാസ്റ്റേഴ്സ്, പോർട്ട് ബ്ലെയറിന്ന് ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ വന്നിട്ടുള്ള ഇവാക്യുവേഷൻസ്, അങ്ങനെ കുറേ ഇവാക്യുവേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു റെസ്ക്യൂവിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഒരു തമിഴ്നാട് രാംനാട് എന്നുള്ള സ്ഥലത്തിനടുത്ത് ഒരു കമുതി എന്നൊരു വില്ലേജ് ഉണ്ട്. അപ്പോൾ അന്ന് മധുരേൻ്റെ അടുത്ത്, ഐ തിങ്ക് ഇറ്റ് വാസ് മേ ബി 1989 ഐ വാസ് യങ് ലെഫ്റ്റനൻറ്റ്. അന്ന് അവിടെ ഈ ഫ്ലാഷ് ഫ്ലഡ്സ് അവിടെ വളരെ കോമൺ. അവിടുത്തെ റിവേഴ്സ് റൺ ഇൻ സ്പേഡ്. സോ ഈ റിവേഴ്സിൻ്റെ സൈഡിലുള്ള വില്ലേജസ് ഗെറ്റ് കംപ്ലീറ്റ്ലി സബ്മേർജ്ഡ് ഇൻ ദീസ് കൈൻഡ് ഓഫ് ഫ്ലാഷ് ഫ്ലഡ്സ്. അപ്പോൾ ഈ ആൾക്കാർ ഈ വീടുകളുടെ ടെറസിൻ്റെ മുകളിൽ മാത്രം അവരെ അവിടുന്ന് റെസ്ക്യൂ ചെയ്യണം. അങ്ങനെ വി വർ ഇമ്മീഡിയറ്റ്ലി റഷ്ഡ് ടു ഐ വാസ് ഞാനന്ന് രാംനാടിൽ പോസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ വി വെൻ വിത്ത് ഹെലികോപ്റ്റർ ആൻഡ് വി സ്റ്റാർട്ട് റെസ്ക്യൂയിങ് പീപ്പിൾ. അപ്പോൾ ഓരോരോ ടെറസിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ട് വി വർ ലാൻഡിങ് അറ്റ് ദ അഡ്ജസൻറ്റ് സ്കൂൾ ഗ്രൗണ്ട്. അപ്പോൾ ഒരു ടെറസിൻ്റെ മുകളിൽ ഒരു വയസ്സായ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെൻറ്റ് ടു ലോ ഹോവർ. അപ്പോൾ റെസ്ക്യൂ ഷീ വാസ് I could make out she was completely എന്താ പറയുക wearing a very soiled cloth and she had something in a huddle. എനിക്കത് എന്താണെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല. ഹോവർ ചെയ്തപ്പോൾ ആദ്യം ആ സ്ത്രീ ആ മുണ്ട് മാറ്റിയിട്ട് ഒരു എന്താ പറയുക ഒരു ഗോട്ട് ആയിരുന്നു, ആടിൻ്റെ കുട്ടി, അതിനെ ആദ്യം റെസ്ക്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. സോ വി വർ ഷോക്ക്ഡ്. We had never imagined that she had a goat in her lap. So she wanted this goat to be rescued first. അപ്പോൾ എങ്ങനെ ഈ ഒരു ആനിമലിനെ റെസ്ക്യൂ ചെയ്യാൻ ഒരു സ്കോപ്പും ഇല്ല. കാരണം അത് ഈ കോക്പിറ്റിനുള്ളിലോ ഓടിക്കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു നോക്കി, ആടിനെ വിടൂ, വിൽ റെസ്ക്യൂ യു. ഷീ റിഫ്യൂസ് ടു കം അപ്പ്. ആടിനെ കൊണ്ടുപോണ്ടി വന്നു. അതെ. അപ്പൊ ഹെലികോപ്റ്ററിൽ കയറി ആദ്യത്തെ ആടായിരിക്കും. അപ്പോൾ സമയപരിമിതി മൂലം നമുക്ക് ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരികയാണ്. നമുക്ക് വേണ്ടി ഇത്രയും ദൂരം കണ്ണൂരിൽ നിന്ന് സാർ വന്നതാണ് മനേഷ് സർ. താങ്ക് യു സോ മച്ച്. സാറിൻ്റെ കഥകൾ ഇനിയും കുറേ കേൾക്കാനുണ്ട്. ആൻഡ് രാജേട്ടാ, ഐ എം ബോറോയിങ് യുവർ വേർഡ്സ്. ഒരു വേദി എനിക്ക് ഇന്നലെ അയച്ചൊരു മെസ്സേജിലെ കുറച്ച് വാക്കുകൾ ഞാൻ കടെടുത്തിട്ട് ഞാൻ എൻ്റെ കൺക്ലൂഡിങ് റിമാർക്സ് പോലെ പറയാം. ഒരു വേദി, 2 സൈനികർ, യുദ്ധവും യൗവനവും ധൈര്യവും ദൗത്യവും കഥകളായി മാറിയപ്പോൾ, കളിക്കോട്ട കൊട്ടാരത്തിൻ്റെ ചുമരുകൾ പട്ടാള ചരിത്രം വീണ്ടും സംസാരിച്ചപ്പോൾ, ധൈര്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മെ വീണ്ടും പഠിപ്പിച്ചു. സേവനവും സമർപ്പണവും എത്ര മഹത്തരമാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു. ഹൃദയം നിറഞ്ഞ നന്ദി ക്യാപ്റ്റൻ പി രാജ്കുമാർ, സുബേദാർ മേജർ പി വി മനീഷ്. താങ്ക് യു സോ മച്ച്.